ഹായ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് മെട്രിസസിലെ കുറച്ച് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ സെഷനിൽ അതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. സോ പ്രോബ്ലം, ഫൈൻഡ് ദ അഡ്ജോയിൻറ്റ് ഓഫ് ദി മെട്രിക്സ് -3, -5, 2, 7. സോ എങ്ങനെയാണ് നമ്മൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കുക? സോ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് എ എന്ന് പറഞ്ഞിട്ട് ഈ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക -3, -5, 2, 7. ഓക്കെ, സോ അഡ്ജ് എ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അഡ്ജോയിൻറ്റ് ഓഫ് എ, ദാറ്റ് ഈസ് സി ട്രാൻസ്പോസ് വേർ സി ഇസ് ദി കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, സോ നമുക്കിനി സി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ സി കാൽക്കുലേറ്റ് ചെയ്യുക. സോ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിനെ ഒരു മെട്രിക്സ് ആക്കി മാറ്റുക. സോ ആദ്യം നമുക്ക് C11 കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോഫാക്ടർ ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് -3. സോ കോഫാക്ടർ ഓഫ് -3 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പവർ സഫിക്സ് എടുക്കുക, അവരെ സം ചെയ്യുക. ഓക്കെ, ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ഈ -3നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ മെട്രിക്സ്. സോ മെട്രിക്സ് ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ മെട്രിക്സ് അല്ല, ഡിറ്റർമിനൻ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -1 സ്ക്വയർ 1 ആണ്. 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എലമെൻറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആ എലമെൻറ്റ് തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, ആൻഡ് C12 എന്താണ്? C12 is equal to cofactor of -5 and that is equal to -1 power 1 plus 2 into determinant of -5നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 power 1 plus 2, ദാറ്റ് ഈസ് -1 ക്യൂബാണ്. -1 ഇൻറ്റു 2, that is equal to -2. Next C21, that is equal to cofactor of C21 ആണ്. 2 പൊസിഷനിൽ 2 ആണുള്ളത്. So that is equal to -1 power 2 plus 1 into determinant of 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. So determinant of -5, again this is -1 into -5 and that is equal to 5. Okay, next C22, that is equal to cofactor of 2th പൊസിഷനിൽ 7 ആണ്. that is equal to -1 power 2 plus 2 into determinant of 7നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കിയുള്ളത് -3 ആണ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ -1 power 4 1 തന്നെയാണ് ഇൻറ്റു -3, ദാറ്റ് ഈസ് ഈക്വൽ ടു -3. ഓക്കെ, സോ നമ്മളിപ്പം കോഫാക്ടേഴ്സ് മൊത്തം കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ കോഫാക്ടേഴ്സ് എത്രയുണ്ട് എന്നുള്ളതിൽ സംശയം ഉണ്ടാവരുത്. നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്. സോ ഈ 2/2 മെട്രിക്സ് ആകുമ്പം ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ട്. സോ നമുക്ക് 4 കോഫാക്ടേഴ്സ് ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആയിട്ട് കിട്ടി. സോ നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് എന്തായിരിക്കും? കോഫാക്ടർ മെട്രിക്സ് C is equal to the matrix C11, C12, C21 and C22, and that is equal to the matrix C11 is 7, C12 -2, 5, -3. Okay, so adjoint of എന്തായിരിക്കും? So adjoint of A equal to C transpose, that is equal to the matrix 7, -2, 5, -3, the transpose, and that is equal to ഇവിടുത്തെ റോ 7 -2 ഇവിടെ കോളമാവും 5 -3. ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രോബ്ലം, കമ്പ്യൂട്ട് ദി അഡ്ജോയിൻറ്റ് ഓഫ് ദി മെട്രിക്സ് A is equal to the matrix 1, 4, 5, 3, 2, 6, 0, 1, 0 and verify that A into adj A is equal to determinant of A into I3, that is equal to adj A into A. സോ നമുക്കിവിടെ അഡ്ജോയിൻറ്റ് ഓഫ് എയും കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്യുകയും വേണം. സോ ആൻസർ, സോ ആദ്യം നമുക്ക് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം. സോ അഡ്ജോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മളിപ്പം പറഞ്ഞു. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്
where C is cofactor matrix. Cofactor matrix. Okay. So what is C11? C11 is cofactor of 1 ആണ്. That is equal to minus 1 power 1 plus 1 into determinant of 1th പൊസിഷനിൽ 1 ആണ് ഉള്ളത്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് 2 6 1 0. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 പവർ 1 പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 1 സ്ക്വയർ ആണ് 1 ആണ്. ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 0 0 minus 1 into 6 6. So that is equal to minus 6. Okay. C12 that is cofactor of 1/2 position 4 ആണ്. That is equal to minus 1 power 1 plus 2 determinant of 4നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ മെട്രിക്സ് 3 6 0 0. That is equal to minus 1 power 1 plus 2 minus 1 cube ആണ്. So minus 1 into എന്ത് വരും? 0 minus 0 0 ആണ്. So that is equal to 0. Next C13. So that is equal to cofactor of C13 5 ആണ്. So minus 1 power 1 plus 3 determinant of 5നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കി 3 2 0 1 and that is equal to minus 1 power 1 plus 3 minus 1 power 4 അത് 1 ആണ്. ബാക്കി 3 minus 0 that is equal to 3. C21 that is equal to cofactor of 2th പൊസിഷനിൽ 3 ആണ്. that is equal to minus 1 power 2 plus 1 determinant of 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കി 4 5 1 0 and that is equal to ഇത് നെഗറ്റീവ് ആവും minus 1 into ഇവിടെ എന്ത് വരും? 0 minus 5 വരും. സോ minus 1 into minus 5 5. ഓക്കെ. നെക്സ്റ്റ് C22 എന്ത് വരും? ദാറ്റ് ഈസ് cofactor ഓഫ് 2/2 പൊസിഷനിൽ 2 ആണ്. minus 1 power 2 plus 2 determinant of 2നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കി 1 5 0 0 and that is equal to ഇത് 2 plus 2 4 ആണ്. minus 1 power 4 1 ആവും. 0 minus 0 ആണ്. that is equal to 0. C23 that is equal to cofactor of 2/3 പൊസിഷനിൽ 6 ആണ്. minus 1 power 2 plus 3 determinant of 6നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കി 1 4 0 1 and that is equal to 2 plus 3 ഒരു ഓഡ് നമ്പറാണ്. ഇവിടെ minus 1 വരും. ഇൻറ്റു ഇവിടെ 1 minus 0 ആണ്. and that is equal to minus 1 into 1 minus 1. നെക്സ്റ്റ് C31 that is equal to cofactor of 3/1 പൊസിഷനിൽ 0 ആണ്. minus 1 power 3 plus 1 determinant എന്ത് വരും? 4 5 2 6 4 5 2 6 that is equal to minus 1 power 4 1 ആണ്. ഇവിടെ എന്ത് വരും? 4 into 6 24 minus 2 into 5 10 that is equal to 14. okay. C32 that is equal to cofactor of 3/2 പൊസിഷനിൽ 1 ആണ്. minus 1 power 3 plus 2 determinant of എന്ത് വരും? 1 5 3 6 1 5 3 6 that is equal to ഇവിടെ minus 1 വരും. into this is 6 minus 15 that is equal to 6 minus 15 എന്താണ്? minus 9 ആണ്. so minus 9 into minus 1 9. okay. and last C33 that is equal to cofactor of 3/3 പൊസിഷനിൽ 0 ആണ്. so minus 1 power
3 + 3 ഡിറ്റർമിനൻറ്റ് 3 + 3 ആണ് 3 + 3 ഡിറ്റർമിനൻറ്റ്. സോ മാറിപ്പോകരുത്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 പൊസിഷനിലും 0 ആണ്, 3 പൊസിഷനിലും 0 ആണ്. സോ രണ്ടും മാറിപ്പോകരുത്. സോ ഇവിടെ 3 പൊസിഷനിലുള്ള 0നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക. ബാക്കി 1 4 3 2. സോ 1 4 3 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പവർ 3 + 3 -1 പവർ 6 ആണ്, 1 ആണ്. ബാക്കി 2 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു -10. സോ നമ്മൾ കോഫാക്ടേഴ്സ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കോഫാക്ടർ മാട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ cofactor matrix C is equal to the matrix C11, C12, C13, C21, C22, C23, C31, C32 and C33, and that is equal to -603, -603 and 5 0 -1, 5 0 -1, 14 9 -10, 14 9 -10. So adjoint of A എന്തായിരിക്കും? adjoint of A equal to C transpose. So C transpose എന്താണ്? ഇവിടെ റോ ആണ്. സോ -603 ഇവിടെ കോളം ആവും. 5 0 -1, 14 9 -10. സോ ഇതായിരിക്കും നമ്മുടെ അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് വീണ്ടും വെരിഫൈ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളുണ്ട്. എയും അഡ്ജ് എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അഡ്ജ് എയും മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് എയും I3യും മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ആദ്യം ഇവിടെ നമ്മുടെ കയ്യിൽ എ ഉണ്ട്, അഡ്ജോയിൻറ്റ് ഓഫ് എ ഉണ്ട്, I3 നമുക്കറിയാം. I3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരുന്നു? ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഡയഗണലിൽ മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, അത് 1 ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്കറിയില്ല, സോ നമുക്കതിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ എന്തായിരിക്കും ഡിറ്റർമിനൻ്റ് ഓഫ് എ? ദിറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 1 4 5 3 2 6 0 1 0. മെട്രിക്സിൽ നമ്മൾ ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. മെട്രിക്സിൻ്റെ ചിഹ്നം മാറ്റുക, നമ്മൾ ഡിറ്റർമിനൻ്റ് സിമ്പൽ ഇടുക, നമ്മൾ പഴയ പഠിച്ച ഡിറ്റർമിനൻ്റ് അതേപോലെ തന്നെ. സോ ഇതെന്തായിരിക്കും ഡിറ്റർമിനൻ്റ്? ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കി 2 6 1 0 -4 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 4നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കി 3 6 0 0 പ്ലസ് 5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് 5നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ഒഴിവാക്കുക, ബാക്കി 3 2 0 1. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 0 -6 -4 ഇൻറ്റു 0 -0 പ്ലസ് 5 ഇൻറ്റു 3 -0. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ -6 വരും. 1 ഇൻറ്റു -6 -6. ഇവിടെ 0 ആണ്. 0 ഇൻറ്റു -4 0 ആയി, അത് പോയി. 3 -0 3 ആണ്. 3 ഇൻറ്റു 5 15. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് 9 കിട്ടി. ഇനി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇത് മായ്ക്കുകയാണ്. ഓക്കെ, സോ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു എ എന്താണ്? മെട്രിക്സ് 1 4 5 3 2 6 0 1 0 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്തായിരുന്നു? -6 5 14 0 0 9 3 -1 -10. സോ രണ്ടും 3/3 മെട്രിക്സുകളാണ്. നമ്മുടെ ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസും ഇവിടുത്തെ നമ്പർ ഓഫ് റോസും സെയിം ആണ്. നമുക്ക് കിട്ടേണ്ടത് 3/3 മെട്രിക്സ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നമുക്ക് നേരിട്ട് മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോവാം. സോ ഇവിടെ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ 1 ഇൻറ്റു -6 -6 നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാണാം.
So this is equal to matrix 1 into minus 6 plus 4 into 0 0 plus 5 into 3 15. ഇവിടെ എന്ത് വരും 1 into 5 plus 4 into 0 0 plus 5 into minus 1 minus 5. Next 1 into 14 plus 4 into 9 36 plus 5 into minus 10 minus 50. Next 2 1, second row, first column. 3 into minus 6 minus 18, 2 into 0 plus 0 plus 6 into 3 18. Next 3 into 5 15 plus 2 into 0 0 plus 6 into minus 1 minus 6. 3 into 14, that is 42 plus 2 into 9 18 plus 6 into minus 10 minus 60. Next 0 into minus 6 0 plus 1 into 0 0 plus 0 into 3 0. 0 into 5 0 plus 1 into 0 0 plus 0 into minus 1 0. 0 into 14 0 plus 1 into 9 plus 0 into minus 10 0. Okay, and this is equal to the matrix minus 6 plus 15 9 5 minus 5 0 14 plus 36 50 50 minus 50 0 minus 18 plus 18 0 15 minus 6 9 42 plus 18, that is 60 60 minus 60 0. This is 0 0 9. Okay, so A into adjoint of A നമുക്ക് ഈ മെട്രിക്സ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു I3 കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു I3 എന്താണ്? ഡിറ്റർമിനൻറ്റ് ഓഫ് A നമുക്ക് കിട്ടിയത് 9 ആണ്. 9 ഇൻറ്റു ദ മെട്രിക്സ് I3 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ് 1 0 0 0 1 0 0 0 1. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞ സ്കെയിലാർ ആണ്. സ്കെയിലാർ ഇതിലെ എല്ലാ എലമെൻറ്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 0 0 0 9 0 0 0 9. ഓക്കെ, സോ ഇത് രണ്ടും നമുക്കിപ്പോൾ ഈക്വലായി. ഇനി ഇത് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. So add A into A. നമ്മൾ അഡ്ജോയിൻറ്റ് ഇതായിരുന്നു. സോ ദിസ് ഈസ് minus 6 5 14 0 0 9 3 minus 1 minus 10 into A എന്താണ് 1 4 5 3 2 6 0 1 0. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അഗെയിൻ ഇത് 3/3 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക. സോ minus 6 into 1 minus 6 plus 5 into 3 15 plus 14 into 0 0. Next minus 6 into 4 minus 24 plus 5 into 2 10 plus 14 into 1 14. Next minus 6 into 5 minus 30 plus 5 into 6 30 plus 14 into 0 0. Next 0 into 1 0 plus 0 into 3 0 plus 9 into 0 0. Next 0 into 4 0 plus 0 into 2 0 plus 9 into 1 9. 0 into 5 0 plus 0 into 6 0 plus 9 into 0 0. Next 3 into 1 3 plus minus 1 into 3 minus 3 plus minus 10 into 0 0. 3 into 4 12 plus minus 1 into 2 minus 2 plus minus 10 into 1 minus 10. 3 into 5 15 plus minus 1 into 6 minus 6 plus minus 10 into 0 0. And that is equal to matrix minus 6 plus 15 9
minus 24 plus 10 minus 14 plus 14 0, minus 30 plus 30 0, this is 0, this is 9 0, 3 minus 3 0, 12 minus 2 10, 10 minus 10 0, 15 minus 6 9. Okay, so നമുക്കിത് മൂന്നും കിട്ടി. സോ ഇതിന് നമ്മളൊരു പേര് കൊടുക്കുക, 1 എന്ന് പേര് കൊടുക്കുക, ഇതിന് 2 എന്ന് പേര് കൊടുക്കുക, ഇതിന് 3 എന്ന് പേര് കൊടുക്കുക. സോ ഫ്രം 1, 2 and 3 we get A into adjoint of A is equal to determinant of A into I3, that is equal to adjoint of A into A. Okay, next problem, find the inverse of the matrix A is equal to the matrix 5 3 minus 1 minus 2. ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക? സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. സോ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് അഡ്ജോയിൻറ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, ഈ ഡിവിഷൻ ചെയ്യണം. സോ നമ്മൾ ഇങ്ങനെയുള്ള ഡിവിഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഡിനോമിനേറ്റർ എങ്ങാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയി കഴിഞ്ഞാൽ നമുക്കിനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമ്മൾ ആദ്യം ഇവിടെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അഡ്ജോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ, okay, so determinant of A എന്തായിരിക്കും? So that is equal to determinant of 5 3 minus 1 minus 2. So that is equal to 5 into minus 2 minus 10 minus 1 into 3 minus 3. So that is equal to minus 10 plus 3 ആണ്. So minus 7. Okay, സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് കിട്ടി. ഇനി അഡ്ജോയിൻറ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ ഹിയർ അഡ്ജോയിൻറ്റ് ഓഫ് എ നമുക്കറിയാലോ, അഡ്ജ് എ ഈസ് ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്, വേർ സി ഈസ് ഈക്വൽ ടു കോ ഫാക്ടർ മെട്രിക്സ്. കോ ഫാക്ടർ മെട്രിക്സ്. ഓക്കെ, സോ C11 ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് co-factor of 1th പൊസിഷനിലെ ആൾ 5 ആണ്. co-factor of 5 that is equal to minus 1 power 1 plus 1 into determinant of minus 2 ആണ്. that is equal to minus 1 power 2 1 തന്നെയാണ് into minus 2 തന്നെ. okay, C12 that is co-factor of 1/2 പൊസിഷനിൽ 3 ആണ്. so minus 1 power 1 plus 2 into determinant of 1/2 പൊസിഷനിലാണ്. സോ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -1. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. C21 ദാറ്റ് ഈസ് ഈക്വൽ ടു കോ ഫാക്ടർ ഓഫ് 2th പൊസിഷനിൽ -1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -1 പവർ 2 plus 1 into determinant of 3 ആണ്. that is equal to -1 power 3 ആണ്. so -1 into 3 ആണ്. so that is equal to -3. C22 cofactor of -2 ആണ്. so that is equal to -1 -2. so that is equal to -1 power 2 plus 2 determinant of 5 and that is equal to 5 തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ കോഫാക്ടർ മാട്രിക്സ് സി എന്തായിരിക്കും? C11 C12 C21 and C22. so that is equal to -2 1 -3 5. ഓക്കെ, സോ അഡ്ജോയിൻറ്റ് എന്തായിരിക്കും? അഡ്ജോയിൻറ്റ് ഓഫ് എ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 1 -3 5. ഓക്കെ, സോ നമുക്ക് ഡിറ്റർമിനൻറ്റും കിട്ടി, അഡ്ജോയിൻറ്റും കിട്ടി. സോ എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് -7 ആണ്.
സോ 1/-7 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്താണ്? സോറി, ഇത് മാട്രിക്സ് ആണ്, തെറ്റിപ്പോയി. സോ -2 -3 1 5 മാട്രിക്സ് -2 -3 1 5 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ മൈനസിനെ ഉള്ളോട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. സോ 1/7 ഇൻറ്റു 2 3 -1 -5. ക്ലിയർ ആണോ നോക്കിയേ? നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ മാട്രിക്സ് 3 -2 3 2 1 -1 4 -3 2. സോ അഗെയിൻ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ adjoint of A divided by determinant of A ആണ്. adjoint of A എന്ന് വെച്ച് കഴിഞ്ഞാൽ C ട്രാൻസ്പോസ് ആണ്. C എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ മാട്രിക്സ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ഡിറ്റർമിനൻ്റ് ഓഫ് എ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ദ ഡിറ്റർമിനൻറ്റ്. 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 -1 -3 2 -2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 2 -1 4 2 plus 3 into determinant of 2 1 4 -3. Okay, and that is equal to 3 into 2 minus 3 plus 2 into 4 plus 4 plus 3 into -6 minus 4. That is equal to 2 minus 3 is -1. 3 into -1 -3. 4 plus 4 8. 8 into 2 16. -6 minus 4 -10. -10 into 3 -30. Okay. -3 plus 16 is -13. Sorry, plus 13. Plus 13 minus 30, that is equal to -17. Okay. So determinant of A നമുക്ക് എന്ത് കിട്ടി? -17 എന്ന് കിട്ടി. ഇനി adjoint of A കാൽക്കുലേറ്റ് ചെയ്യാൻ കോഫാക്ടർ മാട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. So for that C11 that is equal to cofactor of 1th പൊസിഷനിൽ 3 ആണ്. So that is equal to -1 power 1 plus 1 determinant of 3നെ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 -1 -3 2. That is equal to, ഇത് 1 ആയിട്ട് വരും, 2 minus 3 that is equal to -1. C12 that is equal to cofactor of -2 ആണ്. That is equal to -1 power 1 plus 2 determinant of 2 -1 4 2. That is equal to -1 into 4 plus 4. 4 plus 4 8 ആണ്. 8 into -1 -8. Next C13 that is equal to cofactor of 1/3 പൊസിഷനിൽ 3 ആണ്. -1 power 1 plus 3 determinant of 2 1 4 -3. 2 1 4 -3 that is equal to, ഇവിടെ 1 വരും, ബാക്കി -6 -4 that is equal to -10. Next C21 that is equal to cofactor of 2th പൊസിഷനിൽ 2 ആണ്. -1 power 2 plus 1 determinant of -2 3 -3 2. -2 3 -3 2 that is equal to, ഇവിടെ -1 വരും, into -4 -9 ആണ്. സോ +9 ആവും. -4 plus 9 5 ആണ്. 5 into -1 -5. C22 that is equal to cofactor of, ഇവിടെ ഓഫ് ഉണ്ട്, cofactor of 2th പൊസിഷനിൽ 1 ആണ്. -1 power 2 plus 2 determinant of
ഡിറ്റർമിനൻ്റ് ഓഫ് 1 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കിയാൽ 3 3 4 2. സോ 3 3 4 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 വരും. 6 minus 12. 6 minus 12 is minus 6. Next C23, that is equal to cofactor of 2 3th position minus 1 ആണ്. So minus 1 power 2 plus 3 determinant of 2 3th position ആണ്. 3 minus 2 4 minus 3. 3 minus 2 4 minus 3. That is equal to ഇവിടെ minus 1 വരും into minus 9 minus 8 ആണ് plus 8 ആവും. So that is equal to minus 9 plus 8 minus 1 ആണ്. Minus 1 into minus 1 1. Okay. Next C31, that is equal to cofactor of 3 1th position 4 ആണ്. So minus 1 power 3 plus 1. Determinant of 4 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഒഴിവാക്കിയാൽ minus 2 3 1 minus 1. that is equal to ഇവിടെ 1 വരും. ഇവിടെ 2 minus 3, that is equal to minus 1. C32, that is cofactor of 3 2th position minus 3 ആണ്. minus 1 power 3 plus 2. Determinant of 3 3 2 minus 1, that is equal to minus 1 into minus 3 minus 6. This is minus 9. Minus 9 into minus 1, 9. Okay. C33, that is equal to cofactor of 3th position 2 ആണ്. minus 1 power 3 plus 3. Determinant of 3 minus 2 2 1, that is equal to ഇത് 1 വരും. ബാക്കി 3 minus 4 ആണ് plus 4 ആവും. So that is equal to 7. So നമ്മൾ കോഫാക്ടേഴ്സ് മൊത്തം കണ്ടുപിടിച്ചു. ഇനി കോഫാക്ടർ മാട്രിക്സ് എടുക്കുക. So cofactor matrix C, that is equal to C11 C12 C13 C21 C22 C23 C31 C32 C33. So ഈ matrix എന്തായിരിക്കും? So that is minus 1 minus 8 minus 10 minus 1 minus 8 minus 10 minus 5 minus 6 1 minus 5 minus 6 1 and minus 1 9 7 minus 1 9 7. അങ്ങനെയാണെങ്കിൽ അഡ്ജോയിൻ്റ് എന്തായിരിക്കും? അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു സി ട്രാൻസ്പോസ് ആണ്. ദാറ്റ് ഈസ് minus 1 minus 8 minus 10 minus 5 minus 6 1 minus 1 9 7. ഓക്കെ, ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് minus 17 ആണ്. സോ 1 by minus 17 ഇൻറ്റു ഈ മെട്രിക്സ് minus 1 minus 5 minus 1 minus 8 minus 6 9 minus 10 1 7. ഓക്കെ, സോ നമുക്ക് മൈനസിനെ ഉള്ളോട്ടെടുക്കാം. എന്ത് കിട്ടും? 1 by 17 ഇൻറ്റു 1 5 1 8 6 minus 9 10 minus 1 minus 7. Okay, so this is A inverse.